ഹലോ ഫ്രണ്ട്സ്, പ്രൈം മോട്ടോഴ്സിൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് RS200ൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഹെഡ്ലൈറ്റ്, മെയിനായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അത് വയറിംഗ് എല്ലാം ചെക്ക് ചെയ്തു, പലയിടത്തും നോക്കിയതാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ വർക്കാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. വണ്ടിയുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹസാർഡ് വെച്ച് ഫ്യൂസ് ഷോർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് കത്തായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയതുകൊണ്ടാണ് നമ്മൾ വയറിങ്ങിലേക്ക് പോയത്. നമ്മൾ ഒരിക്കലും ഈ വയറിങ് വർക്കൊന്നും വീട്ടിൽ വെച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം അത് അത്രയും സൂക്ഷിച്ച് ഓരോ വയറും ഇളക്കി അതിൻ്റെ ബ്രേക്ക് എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നോക്കേണ്ടത് ഒരു ട്രെയിൻഡ് ടെക്നീഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ ദയവേത് ഷോറൂമിൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ഫൈനലി നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണോ നമ്മളെ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് കത്താത്തതെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിയുടെ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രൈറ്റ് കത്താത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നതെന്നുള്ളതെല്ലാം നമുക്കൊരു വീഡിയോയിലിട്ട് നോക്കാം. ബാക്കി ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ റിലേ യൂണിറ്റ് ഉണ്ട്, അതിൽ നിന്നുള്ള കറണ്ട് കറക്റ്റായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഹസാർഡ് യൂണിറ്റ് കണക്ട് ചെയ്യാൻ നോക്കിയെന്നാണ് പറയുന്നത് അതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ആ ഹസാർഡ് യൂണിറ്റിൽ നമ്മൾ ഒരു വയർ നമ്മൾ ചേസ് ബോഡിയിൽ ടച്ചായപ്പോൾ എർത്തായിട്ട് അവിടെ റിലേ പോയതാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഹെഡ്ലൈറ്റ് കത്താറുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് വയറിങ് ഇളക്കി ചെക്ക് ചെയ്യേണ്ടി വന്നു. കംപ്ലയിൻറ്റ് ലാസ്റ്റ് ഇതിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഫുൾ വയറിങ് ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ചെറിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയം വരും. അപ്പോൾ നമുക്കതുകൊണ്ട് അത് കൺഫേം ചെയ്യാനായിട്ട് ഫുൾ വയറിങ് ചെക്ക് ചെയ്തിട്ടേ അത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കിട്ടിയൊരു കൺക്ലൂഷനായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുന്നത് ആ റിലേ യൂണിറ്റിൽ നിന്നും കറണ്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റിലേക്ക് പാസ്സാവുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം പറ്റിയത്. ഇലക്ട്രിക്കൽസിൽ മെയിനായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. എന്തെങ്കിലും ചെറിയൊരു വയർ ബ്രേക്ക് കാരണം അത് കത്താതെ വരികയോ, അത് ഹെഡ്ലൈറ്റ് ഒന്നും തന്നെ ഇല്ല, ചിലപ്പോൾ ഹോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിരിക്കാം, ബ്രേക്ക് ലൈറ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള വിഷയം വരാറുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് വയറിംഗ് കിറ്റാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് നോക്കേണ്ടി വരുന്നത്. അത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് നമ്മൾ പ്രൈം മോട്ടോഴ്സ് ഫാമിലിയിൽ ഒരു അംഗമാവുക. താങ്ക് യു.